കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ വരുവാൻ ദൈവം നമുക്ക് നൽകിയ വലിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞത്. പ്രിയരെ, നമുക്ക് ലഭിച്ച വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ കർത്താവിൽ ഇടയായിത്തീരും. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. തുടർമാനമായിട്ട് സൂം പ്രയറുകളിൽ നമ്മൾ എല്ലാ ദിവസവും കണ്ടുവരുന്നു. ഇന്നും കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പോകാം. ഇന്നും കർത്താവിൻ്റെ പ്രവൃത്തിയിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും വചനം കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും. അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾക്കകത്തൊന്നും കർത്താവ് നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സഹോദരന്മാരെ, ആസയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാർ ഞങ്ങൾക്ക് ശക്തിക്ക് മീതെ ഞങ്ങൾ ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കരമായ മരണത്തിനും ദൈവം ഞങ്ങളെ വിടുവിച്ചു. അവൻ വിടുവിക്കുകയും ചെയ്തു. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ ഞാൻ എടുത്തു പറയാൻ കാരണം, ലോകത്തിൽ നമുക്കറിയുന്ന സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നായ ലേഖനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹായെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. എന്നാൽ അതേ അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ മരണകരമായ ഒരു സാഹചര്യത്തിലൂടെ താൻ കടന്നു പോവുകയാണ്. താൻ എന്താണെന്ന് വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അദ്ദേഹം വ്യക്തമായി പറയുന്നു, മരണകരമായ, നോക്കിക്കേ സഹോദരന്മാരെ, ആസയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ ഭാരപ്പെട്ടു. അതിൻ്റെ അർത്ഥം മരണത്തെ മുഖാമുഖം കണ്ടു, അല്ലെങ്കിൽ മരണം തൻ്റെ ജീവിതത്തിൽ വരുമെന്ന് നിശ്ചയിച്ചു. ഇതൊരു സാധാരണ വിശ്വാസിയല്ല പറയുന്നത്, ഒരു സാധാരണ ശുശ്രൂഷനല്ല ഇത് പറയുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് കർത്താവിൻ്റെ ഹൃദയത്തിലെ ലേഖനങ്ങളെ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൂട്ടായ്മയുള്ള എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പറയുകയാണ്, ഞാൻ ശക്തിക്ക് മീതെ ഭാരപ്പെട്ടു. നോക്കിയേ, ശക്തിക്ക് മീതെ താൻ ഭാരപ്പെട്ടു. തൻ്റെ ജീവിതത്തിൽ ഇത് മരണമാണെന്ന് നിശ്ചയിക്കേണ്ടി വന്നു. എന്നാൽ ബൈബിൾ പറയുന്നു, അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. നോക്കിക്കേ, അപ്പം മരിക്കും നിങ്ങൾ ആ വാക്കുകൊണ്ടാണ്, മരിക്കുമെന്ന് നിർണയിക്കേണ്ടി വന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കുക, അപ്പോസ്തലനായ പൗലോസ്ലീഹ സ്വർഗത്തോളം എടുക്കപ്പെട്ട് കർത്താവിനെ കണ്ട എൻകൗണ്ടറുള്ള അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ മരിക്കുമെന്ന് നിശ്ചയിക്കേണ്ടി വന്നു. അങ്ങനെ ചില സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങളെയല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ. കണ്ട പ്രിയരെ, നമ്മുടെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. മാനവജാതിക്ക് എന്തും കഴിയുമെന്ന് എപ്പോഴും പറയും, നമ്മൾ കേൾക്കാറുണ്ടല്ലേ. ശാസ്ത്രത്തിന്, ലോകത്തിന്, മനുഷ്യന്, പണമുള്ളവർക്ക്, ശക്തിയുള്ളവർക്ക് എല്ലാം കഴിയുമെന്ന് അവർ പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മരണത്തെ ജയിക്കുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല. എന്നാൽ ദൈവത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ വചനം പറയുന്നു, മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര ഭയങ്കരമാണെങ്കിലും, ഇതുവരെ നിങ്ങൾ കടന്നുപോയ ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളിയുടെ കടന്നു പോകുന്ന സമയമാണെങ്കിലും, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ വചനം പറയണമേ, എൻ്റെ ദൈവം മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. ഞാൻ കടന്നു പോകുന്ന വിഷയങ്ങളെക്കാൾ എൻ്റെ ദൈവം മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. അപ്പം മരിച്ചതിനെ ഉയർപ്പിക്കുന്നത് നിസ്സാരമായ കാര്യമല്ല. ഒരു മനുഷ്യനെയും കൊണ്ട് മരിച്ചതിനെ ഉയർപ്പിക്കാൻ കഴിയത്തില്ല. ലോകത്തിൽ ഒരു ഡോക്ടറും മരിച്ചതിനെ ഉയർപ്പിച്ചിട്ടില്ല. ലോകത്തിൽ ഒരു ശാസ്ത്രവും ഒരു ശക്തിയും മരിച്ചതിനെ ഉയർപ്പിച്ചിട്ടില്ല. എന്നാൽ ബൈബിൾ പറയുന്നു, ദൈവം മരിച്ചതിനെ ഉയർപ്പിക്കുന്നതാണ്. നോക്കിക്കുക, അപ്പോൾ ഇവർ ഭയപ്പെട്ടത് മരണത്തെയാണെങ്കിൽ ദൈവം മരണത്തെ ജയിച്ചവനാണ്. മരണത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവമാണ്. എൻ്റെ പ്രിയരെ, ഈ ദിവസങ്ങളിൽ തളർന്നു പോകുമ്പോൾ വിളിച്ചു പറയണം, എൻ്റെ ദൈവം മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിനൊന്നും അസാധ്യമല്ല. എൻ്റെ ദൈവത്തിന് ജീവനുള്ള വിഷയങ്ങളെ
എത്ര അധികമായി അത്ഭുതമാക്കി മാറ്റാൻ കഴിയും. കണ്ടോ, അവിടുത്തെ വാക്യത്തിൽ പറയുന്നു, അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തെ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നു. അടുത്ത വാക്യം പറയും, ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. നോക്കിക്കേ, വിടുവിച്ചു. ദൈവം വിടുവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കടന്നു പോകുന്ന വിഷയത്തിൻ്റെ അകത്തുനിന്നും ദൈവം അവരെ വിടുവിക്കാൻ കാരണം ദൈവം മരണത്തെക്കാൾ വലിയവനാണ്. ദൈവം മരണത്തെ ജയിച്ച ദൈവമാണ്. ദൈവം മരണത്തിൻ്റെ കീഴെയല്ല, മരണത്തിൻ്റെ മീതെയാണ്. പ്രിയരെ, ഈ ദിവസങ്ങളിൽ ഏത് പ്രയാസമായിക്കോട്ടെ, ഏത് ദുഃഖമായിക്കോട്ടെ, ഏത് വേദന ആയിക്കോട്ടെ, എന്ത് രോഗമായിക്കോട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് വെല്ലുവിളി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും. സാഹചര്യങ്ങളെ ദൈവം മാറ്റിയിരിക്കും. ഏത് പ്രതിസന്ധികളെയും ദൈവം അത്ഭുതമാക്കി മാറ്റി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരെ കൈയെടുത്ത് വെച്ചിട്ട് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവത്തിന് മരിച്ചതിനെ ഉയർപ്പിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ എൻ്റെ രോഗം ഇന്ന് ഇപ്പോൾ ഈ നിമിഷം സൗഖ്യമാകും. യേശു ജീവിക്കുന്നു, എൻ്റെ കർത്താവ് ജീവിക്കുന്നു. ഇത്ര ഭയങ്കരമായ വിഷയത്തിൽ നിന്നും മരണത്തിൽ നിന്നും അപ്പോസ്തലൻ എന്നെ എത്ര അധികം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ്, ഇന്ന് പ്രതിസന്ധികൾ വിട്ടുമാറട്ടെ, പ്രതികൂലങ്ങൾ വിട്ടുമാറട്ടെ, വേദനകൾ വിട്ടുമാറട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ജാനകി എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ മോളെ കർത്താവ് തൊടാൻ വേണ്ടി പോവുക. ഈ ഡിസംബർ മാസം നിങ്ങളുടെ ലൈഫിൽ വലിയൊരു സാക്ഷ്യം കർത്താവ് ചെയ്യാൻ വേണ്ടി പോവുക. ജാനകിയുടെ മകളെ കർത്താവ് ഡിസംബർ മാസം സാക്ഷ്യമാക്കി മാറ്റും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ദൈവത്തിൻ്റെ വലിയ ഒരു ഫേവർ വെളിപ്പെടാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ കിടക്കമേൽ കിടക്കുന്ന ചില രോഗികളെ, ഇന്നത് കേട്ടുകൊണ്ട് കിടക്കുന്ന രോഗികളെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ കാലുകളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണറുള്ള സൗഖ്യം വ്യാപരിക്കുകയാണ്. എണീറ്റ് നടക്കുക, ശക്തി അങ്ങോട്ട് വ്യാപരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അലോഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അന്ധകാരം മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ കുടുംബത്തിൽ ഞാൻ കാണുന്നത്. ഈ കഴിഞ്ഞ നാളുകളായിട്ടൊരു മരണം, ഒരു പുരുഷൻ ഒരു മെയിൽ ഒരു മരണം നടന്ന ഭവനമാണത്. എന്നാൽ എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ചില മരണശക്തികൾ ഇന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. അടുത്ത ആളെ ഉന്നം വെച്ച് നിൽക്കുന്ന ചില ഭയങ്കര വിഷയങ്ങൾ ഇപ്പോൾ മാറിപ്പോകാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ദുഷ്ടൻ്റെ ആശകൾ നശിക്കും കേട്ടോ, അവൻ പല്ല് കടിച്ച് ഉരുകും കേട്ടോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ റതൂഷ് മെനാ ഫറാസിയാന്തരി. എന്നുള്ളത് കർത്താവ് വരുന്ന മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചെറിയാനെ കാണിക്കുന്നു. ഈ രണ്ട് വ്യക്തികളുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലോക്കായി കിടക്കുവാണ്. മാത്യുവും ചെറിയാനും ഇത് രണ്ടും ഒരേ വിഷയത്തിൻ്റെ അകത്ത് ലോക്കായി നിൽക്കും. മറ്റൊരു സുഹൃത്ത് നിമിത്തം ഇവരുടെ ഭവനത്തിൻ്റെ അകത്ത് കയറിക്കൂടിയ ഒരു വിഷയത്തെ ഇന്ന് അവിടെ നിന്ന് പൊട്ടിമാറുമാണ്. അത് നിമിത്തം തലമുറകളുടെ അടഞ്ഞ ഭാവികൾ ഇന്ന് തുറന്നു വരിക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹോറാബൽ ഖനാസി അന്തരി. ഈ ദിവസങ്ങളിൽ ശവപ്പെട്ടി ഇങ്ങനെ നിരന്തരമായി സ്വപ്നം കാണുന്ന ഒരു വ്യക്തി, ശവപ്പെട്ടിക്കകത്ത് ഡെഡ് ബോഡി കിടക്കുന്നതും ശവപ്പെട്ടികൾ ഇങ്ങനെ സ്വപ്നം കാണുന്ന ഒരു വ്യക്തി, ആ മരണശക്തിയെ ഞാനിന്ന് വെട്ടിമാറ്റുന്നു. യേശുവിൻ്റെ നാമത്തെ വാഗൊണ്ട് മരണത്തെ വിളിച്ചു വരുത്താൻ ശ്രമിപ്പിക്കുന്ന ദുഷ്ടപിശാചെ ഇത് ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇന്ന് നിറയട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ ഫിലിപ്പിൻ്റെ ഭാര്യയുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ഫിലിപ്പിൻ്റെ ഭാര്യയെയും കർത്താവ് തൊടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ഉള്ളത്തിൽ യെസ് എന്ന് പറയുന്നൊരു ലെറ്ററാണ് ഈ ഭാര്യയുടെ തലയ്ക്ക് മീത് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കാണുന്നത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി മുറിവേറ്റ വ്യക്തിയാണ്. ഈ ദിവസങ്ങളിലും ഞാൻ കാണുന്നൊരു കാഴ്ച വളരെ ഭാരത്തോടെയാണ്, ശാരീരികമായും മാനസികമായും ഭാരത്തോടെ നടക്കുവാണ് ഈ ഭവനം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. ദുഷ്ടൻ്റെ ആശകൾ നശിക്കും. റമഖേന ഫോർ അസിയാന്തരി. ലോർഡ് ജീസസ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. സിഫാറ ലസഫ്രാറ്റി മഹസി എന്നുള്ളത് കർത്താവ് പറയുന്നത്, ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ചില സാമ്പത്തിക ഇടപാടിൻ്റെ അകത്ത് ബ്ലോക്കായി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇന്ന് കർത്താവ് തൊടുക. വേഗത്തിൽ അത് മടങ്ങി വരാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ അത് ബ്ലോക്കായ ഫിനാൻസിൻ്റെ സോഴ്സുകളെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത്ഭുതകരമായ പ്രവൃത്തികൾ ഉണ്ടായി വരട്ടെ. അതോടൊപ്പം തന്നെ കർത്താവ് പറയുന്ന കുഞ്ഞുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനെ കാണിക്കുക. കുഞ്ഞുമോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കുഞ്ഞുമോളുടെ ഒരു ചേച്ചിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അവിടെ ഞാൻ കാണുന്ന രണ്ട് ആൺതലമുറകൾ, ഈ കുഞ്ഞുമോളുടെ ചേച്ചിയുടെ രണ്ട് ആൺതലമുറകളെ കാണുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുഞ്ഞുമോളുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിയോഗത്തെ കർത്താവ് വിടുക കേട്ടോ. ആ കുടുംബത്തെ വിടിവിക്കുവാൻ ദൈവം നിങ്ങളെ കണ്ടതാണ്. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മറാഫിസിൻ്റെ ലഫിന സിനഹോ. ഒക്ടോബർ മാസം 12 ജനിച്ച വ്യക്തിയെ പൊതിയുക.
ഈ ദിവസങ്ങളിൽ കർത്താവിനുള്ളത്തിൽ പറയുന്നു, ചില അനർത്ഥങ്ങൾ അവിടെ നിന്ന് വിട്ടുമാറുക, അനർത്ഥങ്ങൾ വിട്ടുമാറുക. ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്ന രോഗികളെന്ന് കൈവച്ച്, യേശുവിൻ്റെ നാമത്തിൽ കൈവച്ച്, കർത്താവ് ഞങ്ങളുടെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു രോഗത്തിന്, ഒരു വേദനയ്ക്ക്, രോഗശക്തിക്കോ നിങ്ങളുടെ മേലെ അവകാശമില്ല. ദിവ്യാരോഗ്യവും ദീർഘായുസ്സും നിങ്ങളുടെ അവകാശമാണ്. കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ വേദനയെ ബ്രേക്ക് ചെയ്യുന്നു, ആ രോഗശക്തിയെ നിന്നെ ബ്രേക്ക് ചെയ്യുന്നു, രോഗത്തിൻ്റെ ദുരാത്മാവെ നിന്നെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. രോഗത്തിന് ഞങ്ങളുടെ മേൽ അവകാശമില്ല. പുതിയ അവയവം ഉണ്ടാകട്ടെ. പിശാച് കവർന്നെടുത്ത രോഗങ്ങളെ, പിശാച് കവർന്നെടുത്ത് രോഗിയാക്കിയ അവസ്ഥകളെ ഇപ്പോൾ തന്നെ വെട്ടിക്കളയുന്നപ്പോൾ ഹീലിംഗ് പവർ ഈസ് മൂവിങ്, ഹീലിംഗ് അനോയിൻറ്റിങ് ഈസ് മൂവിങ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ മൂവിങ്. ഹീലിംഗ് പവർ ഈസ് മൂവിങ്, ഹീലിംഗ് പവർ ഈസ് മൂവിങ്, ഹീലിംഗ് പവർ ഈസ് മൂവിങ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, റിലീസ് ദ പവർ. മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്ന, കടഭാരത്തിൻ്റെ അകത്ത് ഞെരുങ്ങുന്നവരെ ആ പേഴ്സ് എടുത്ത് കൈവച്ച്, ATM എടുത്ത് കൈവച്ച് ഞാൻ റിലീസ് ചെയ്യുന്നപ്പം മിറക്കിൾ മണി ഉണ്ടാകട്ടെ. കടഭാരത്തിൻ്റെ കെട്ടുകൾ അഴിക്കുന്നപ്പം അഴിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. തലമുറകളെ ബന്ധിച്ച പിശാചുക്കൾ ഇറങ്ങിപ്പോട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കേണ്ട. നമുക്ക് എല്ലാ ദിവസവും സൂമിൽ പ്രയറുണ്ട്. ഇന്ത്യൻ സമയം 9 മണിക്ക്. വലിയ പ്രകൃപളാൽ പരിശുദ്ധാത്മയ്ക്ക് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ കാണുന്നവരെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് പ്രയർ ലിങ്ക് ഉണ്ട്. പ്രയർ ലൈൻ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.